ശ്രീ പ്രശാന്ത്, ആൺപെൺ വിവേചനം ഇല്ലാതെ ആ കാലത്തിലൂടെ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ കാന്തപുരം അബൂബക്കറിൻ്റെ ഒരു പ്രസ്താവന. അതായത് മറ്റൊന്നുമല്ല, ഈ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് വ്യായാമം ചെയ്യരുത്. ഇനിയിപ്പോൾ സ്ത്രീകളെല്ലാം കൂടി രംഗത്തിറങ്ങുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. സ്ത്രീകളെല്ലാം കൂടെ രംഗത്തിറങ്ങുന്ന ഒരവസ്ഥയില്ല. കാന്തപുരം അബൂബക്കർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു മുസ്ലിം ജനവിഭാഗത്തെ പ്രതികരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് മുസ്ലിം ജനവിഭാഗത്തിനകത്ത് സുന്നി വിഭാഗത്തിൻ്റെ വക്താവാണല്ലോ അദ്ദേഹം, കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വിഭാഗത്തിലാകുമ്പോൾ സ്ത്രീകൾക്ക് പിന്നെ ചോദ്യമൊന്നും ഉണ്ടാകത്തില്ല. അല്ല, അവരുടെ വിഭാഗത്തിലാകുമ്പോൾ ചോദ്യം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. നമ്മൾ എത്ര പുരോഗമനം പറയുമ്പോഴും, എത്ര പുരോഗമന ചിന്ത പറയുമ്പോഴും, അത് ഇന്ത്യയിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയുമ്പോഴും അവരുടെ മതവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നേരത്തെ ഇതുപോലെ ഈ ഫംഗ്ഷനകത്ത് ഒരു പെൺകുട്ടി സമ്മാനം മേടിക്കാൻ കയറി വന്നപ്പോൾ അതിനെ ഇറക്കി വിടുകയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇനി പൊതുമധ്യത്തിൽ വരല് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗത്തു നിന്നും, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരുടെയും ഭാഗത്തു നിന്നും അതിന് പ്രതികരണം ഉണ്ടായില്ലല്ലോ. വേറെ ചില ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ വേറെ ചില മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും, വേറെ ചില പൊതുരംഗത്തു പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെയാണല്ലോ അത്തരത്തിൽ അങ്ങനെ പാടില്ല, പെൺകുട്ടിക്ക് എന്ത് വേദന ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് പുരോഗമന ചിന്താഗതിയിലേക്ക് കൂടുന്ന രാജ്യത്ത് സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ വന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് വ്യായാമം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ മതത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം മതത്തിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള വ്യായാമമുറകളും അല്ലെങ്കിൽ കൂടിച്ചേരലുകളും, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ അനുശാസിക്കുന്ന തരത്തിലുള്ള സംഗീത ആസ്വാദനവും ഒക്കെ മതി. അത് മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ഈ സുന്നി വിഭാഗം അല്ലെങ്കിൽ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന മത സംഹിതയ്ക്കകത്ത് അനുവദനീയമല്ല, അത് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞത്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ഇറാനിൽ പോലും വനിതകൾ രംഗത്ത് വരുന്നുണ്ട് പല കാര്യങ്ങളിലും. അടിവസ്ത്രം വിട്ട് സർവകലാശാലയിലൂടെ നടന്ന ഒരു യുവതി പറ്റി നമ്മൾ മറക്കാൻ സമയമായിട്ടില്ല. അല്ല, സ്ത്രീകളെ പുരോഗമന ചിന്താഗതിയിലേക്ക് വരുമ്പോഴും സമത്വത്തിലേക്ക് വരുമ്പോഴും അപ്പം അതിനെ അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഈ മുസ്ലിം മതരാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഏറ്റവും അവസാനം താലിബാനിൽ, അമേരിക്കയുടെ കീഴിൽ താലിബാൻ നിന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ഇഷ്ടമുള്ള വിദ്യാഭ്യാസം നടത്തുകയും ഇഷ്ടമുള്ള മേഖലയിലെല്ലാം വിഹരിക്കുകയും ചെയ്തിടത്ത് നിന്ന് ഇനിയുമുള്ള സ്ത്രീകൾക്ക് 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മതിയെന്ന് താലിബാൻ തീരുമാനിക്കുന്നു. അതായത് അത് അവരുടെ മത നിയമമാണ്. അത്തരത്തിൽ മത നിയമമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ പുരോഗതി അത്തരത്തിലായിരുന്നു. ലോകത്ത് ഏറ്റവും വലിയ പുരോഗമന ചിന്താഗതിയിൽ കൂടി കടന്നുപോയതും, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദ്യം പുരോഗതി കൈവരിച്ചിട്ട് രാജ്യങ്ങൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ രാജ്യമാണ് പേർഷ്യ എന്നുകൊണ്ട് അറിയപ്പെടുന്ന ഏറ്റവും എല്ലാ രീതിയിലും സമ്പന്നമായിട്ടുള്ള രാജ്യം. ആ രാജ്യത്ത് അട്ടിമറി നടത്തി, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണകൂടം വന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനുശേഷം അവിടെ ഈ രാജ്യത്ത് ഈ പറയുന്ന പുരോഗതികളില്ല. അപ്പം ഇവർക്ക് പുരോഗതികളില്ലാതെ വരുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് മരിച്ചാൽ മതിയെന്നുള്ള ഒരു ചിന്ത വരികയും അതിനകത്ത് ആ ചിന്തയിലെ കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ സാറി പറഞ്ഞതുപോലെ പലരും പ്രതികരിക്കാൻ ഇറങ്ങുന്നത്. ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്, ഇതിൽ ഭേദം സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് മരിക്കുന്നില്ല എന്നുള്ള രീതി വരും. അപ്പം ഇവിടെയും ഈ രീതിയിൽ ഇറാൻ്റെ ഭരണാധികാരികളുടെ മതചിന്തയും അല്ലെങ്കിൽ താലിബാൻ്റെ മതചിന്തയും ഒക്കെ ഉള്ള ആൾക്കാർ ഇവിടെയും ജീവിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉടനീളം ഉരുത്തിരിഞ്ഞാൽ ആ രീതിയിലേക്ക് അതിനെ നയിക്കാൻ പ്രാപ്തമായിട്ടുള്ള നിയമങ്ങളും ആ മാനസികാവസ്ഥയിലുമുള്ള സംഘടനകൾ പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഇന്ത്യ മഹാരാജ്യവും കേരളവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഇവിടെ ഇതിന് സാഹചര്യമില്ല.
ഇതിന് സാഹചര്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എത്ര കുഴപ്പമെന്ന് പറയുമ്പോഴും എത്ര മോശമെന്ന് പറയുമ്പോഴും പല കാര്യങ്ങളിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ളപ്പോഴും ഇവിടുത്തെ പുരോഗമന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിൻ്റെ പുറകിൽ അവർക്ക് ഭയമായിട്ടുള്ളത്. അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, BJP ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കൊള്ളാം, ഇവരെല്ലാം ഈ ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ ആ രീതിക്കാണ് കൂടുതൽ ജനപിന്തുണ ഉള്ളതെന്ന് കാണുമ്പോൾ ആ ജനപിന്തുണയ്ക്ക് മുമ്പിൽ ഈ പറയുന്ന ഈ മതവാദം അത്രത്തങ്ങോട്ട് വില പോകത്തില്ല എന്നുള്ള രീതിയുണ്ട്. എന്നാലും എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള വാചകങ്ങൾക്ക് മറുപടി പറയുന്നതിനും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയുന്നതിനും ഇവിടുത്തെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല. അവരെ ഭയന്ന് ഒരുപക്ഷെ അവർ ഒരു പരിധിക്കപ്പുറം ഇല്ലെങ്കിൽ പോലും ഇത് ശരിയല്ല എന്ന് പറയുന്നതിന് ഇതിനകത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ ഇറങ്ങി വരണ്ടേ? വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസാരമെങ്കിൽ ഇപ്പം ആ മതത്തിനകത്തുള്ളവരും അതിനോട് ബന്ധമില്ലാത്ത മറ്റ് മതത്തിലുള്ളവരും അഭിപ്രായം പറയുന്ന കേരളത്തിൽ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള ഒരു മതപണ്ഡിതൻ യോഗ്യമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സ്ത്രീക്കും പുരുഷനും സമത്വം വേണമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് അത് പാടില്ല, ഇന്ന രീതിയിൽ പോയാൽ മതിയെന്ന് പറയുമ്പോൾ അതിനകത്തെ ശരികേടുകൾ അല്ലെങ്കിൽ ശരിതെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ ആ മതത്തിനകത്തും ആളില്ല, വെളിയിൽ നിന്നുള്ള ആൾക്കാർ അതിന് തയ്യാറാവുന്നുമില്ല. ആ രീതിയിലേക്കുള്ള ഒരു പോക്ക് നാളെ കാലത്തെ നമ്മൾ ഈ പറഞ്ഞ ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ അതൊക്കെ ഉരുത്തിരിഞ്ഞതുപോലെ അതേ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഇത് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഈ മെക്സവൻ നമ്മൾ കേട്ടതാണ് അല്ലേ? അതിനെ ആദ്യമൊന്നുമല്ല, കാന്തപുരം അതിനെ എതിർത്തതുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒരു ആസൂത്രണമാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ആരോഗ്യ പരിപാലന വ്യായാമം എന്ന പേരിൽ പുറത്തിറങ്ങിയത്. CPM ആണിത് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ പിന്നീട് തകടം പറഞ്ഞു. മെക്സവൻ എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ ഈ കാന്തപുരത്തിൻ്റെ എല്ലാ വാദങ്ങളെയും നമുക്ക് ഈ പറയുന്നത് പോലെ തള്ളിപ്പറയാനും നോക്കത്തില്ല. കാരണം പല ഘട്ടങ്ങളിലും അദ്ദേഹം മുസ്ലിമിൻ്റെ ഈ തീക്ഷ്ണമായ പല കാര്യങ്ങൾക്കകത്തും അഭിപ്രായ വ്യത്യാസമുണ്ട്, അങ്ങനെ പോരാന്ന് പറയുന്നതിനകത്ത് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും വ്യായാമ മുറകൾ ഒരുപക്ഷെ സംസ്കാരം സംരക്ഷിക്കണം എന്നുള്ളതിലും അല്ലെങ്കിൽ മതത്തിൻ്റെ ചില നിയമങ്ങൾ പാലിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. മെക്സവൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പുറകിൽ എന്തോ മറഞ്ഞിരിക്കുന്നു, ആ കൂട്ടായ്മയ്ക്കകത്ത് ആരൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വലിയ ഒരു കൂട്ടായ്മ ഇത്ര വിശാലമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് മെക്സവൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ഒരു വ്യായാമ മുറ ആരൊക്കെ ദുർബലമായ മതസംഘടനയിലേക്ക് ആളെ കയറ്റാനാണ് എന്നാണ് കാന്തപുരം പറയുന്നത്. അതായത് മതത്തിൻ്റെ പേരിൽ ഉള്ള ചില അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ ചില PFI പോലെ SDPI പോലെയുള്ള സംവിധാനങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ഒരു വ്യായാമ മുറയുടെ മറവിൽ വീണ്ടും ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ പിന്നെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകൾ നടത്തുന്നതും അവരുടെ കൂടിയാലോചനകൾക്കകത്തും ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ടാമത്തെ കൂട്ടായ്മയാണോ ഇതെന്നൊക്കെയാണ് മെക്സവനെ പറ്റി അത് കാന്തപുരം പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. ഈ അഭിപ്രായം തന്നെ ഒരുപക്ഷെ ഈ CPMൻ്റെ അവിടുത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ പറഞ്ഞപ്പോൾ മോഹൻ അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പമെന്ന് കണ്ട് ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമാണ്, ഇത് കുഴപ്പമില്ല, 12 കൊല്ലം കൊണ്ടുള്ള വളരെ വൃത്തിയായിട്ടുള്ള ഒരു വ്യായാമ സംഘടനയാണെന്ന് പറഞ്ഞതിനകത്തും തലയൂരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇങ്ങനെ തലയൂരിയിട്ടൊന്നും കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ഇതുപോലെ പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അഭിപ്രായം പറയാതെയും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിരിക്കുന്നവർക്ക് അവർക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവനെ തീർത്ത് കളയുന്ന സംവിധാനം ഉണ്ടെന്നോ ഒക്കെ വിചാരിച്ചാണല്ലോ PFIക്കാരൻ്റെ പല കൊള്ളരുതായ്മയ്ക്കും എതിരെ അഭിപ്രായം പറയാൻ തയ്യാറാവാതെ നിന്ന് അവസാനം PFI ഈ പറയുന്ന അഭിപ്രായം പറയാതിരിക്കുന്നതിനപ്പുറം അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് വളർന്ന് ഇന്ത്യ വിഭജനത്തിൻ്റെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വലിയ ദൂരമില്ലാത്തപ്പോഴാണല്ലോ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത്. എന്നിട്ട് പോലും വീണ്ടും
അതിൻ്റെ നേതാക്കന്മാരകത്ത് പോയി വളരെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് അതിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ വേരുകളും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളും ഒക്കെ തേടുമ്പോഴും ഇപ്പോഴും അതിന് അറസ്റ്റ് നടക്കുമ്പോഴും അത് വേറെ രീതിയിൽ അതിനെ വീണ്ടും ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു രീതി നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നു. നമുക്ക് സംശയം തോന്നുന്നു. അപ്പം ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്നതിന് വേണ്ടി തയ്യാറാവണം. മെക്സാമിൻ്റെ കാര്യത്തിൽ കാന്തപുരത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. അതിനകത്ത് വേറെ എന്തെങ്കിലും കൂട്ടായ്മയോ അല്ലെങ്കിൽ മതത്തെ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ആണ് എങ്കിൽ അത് തടയിടേണ്ടതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് സ്ത്രീ പുരുഷ സമത്വത്തിനകത്ത് എന്തർത്ഥത്തിലാണ് കാന്തപുരം പറഞ്ഞതെന്ന് നമ്മൾ വിശദമായിട്ട് നാളെ കാലത്തെ കാന്തപുരം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. സ്ത്രീക്കും പുരുഷനും സമത്വം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ആ വാദം തന്നെയാണ്, അത് തന്നെയാണ് നല്ലതെന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഉള്ള തെറ്റായ രീതികളിലൊക്കെ ഉള്ള ഒരു പറച്ചിലാണെങ്കിൽ അത് ശരിയല്ലാത്ത ഒരു പറച്ചിലെന്നാണ് നമുക്ക് തോന്നുന്നത്.